Hi all, this is Arun. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ചാർട്ടിംഗ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു എൻട്രി ലെവൽ എക്സിറ്റ് ലെവലൊക്കെ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു സ്റ്റോക്കിനെ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ചാർട്ടിലിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇതാണ്, വെബ്സൈറ്റാണ്. അതിനനുസരിച്ച് ഈ ഇങ്ക് ചാർട്ടിൻ്റെ അവിടെ നമുക്ക് ഏതാണോ ഏത് ഏത് സ്റ്റോക്കാണോ നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. നമ്മൾ റീസെൻ്റ്ലി ഇത് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ പെർഫോമൻസിനെക്കാളും ഭയങ്കര വോൾട്ടൈൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ആക്സിസ് കാണിക്കുക. അതായത് നിഫ്റ്റി കയറുമ്പോൾ നല്ല രീതിയിൽ കയറും, 10% അടുത്തൊരു കയറലും, അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഇറങ്ങുന്ന ഒരു സ്റ്റോക്കാണ് ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ലാസ്റ്റ് 6 monthsന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു നല്ലൊരു ഡൗൺഫോൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പറയുന്ന ഒരു മാർച്ച് 2 ആ ഒരു ടൈമിലാണ് അത് വന്നത്. അതായത് നമുക്കറിയാം കൊറോണയുടെ ഒരു എഫക്റ്റ് കൊണ്ട് എല്ലാ സ്റ്റോക്കും നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ 731 ലെവലിൽ നിന്ന് അത് ഭയങ്കര ലോയിൽ അടിച്ചിട്ടുണ്ട്. അതായത് 288 വന്നിട്ട് പിന്നെ തിരിച്ചിപ്പോൾ ഒരു 460 405 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്റ്റോക്കിൽ എൻട്രി എടുക്കേണ്ടത്, ഏത് ടൈമിലാണ് എൻട്രി എടുക്കുന്നത്? ഇപ്പോൾ ഒരു മൂവിങ് ആവറേജ് വെച്ചിട്ടാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നത്. മൂവിങ് ആവറേജ് 21 ഡേ മൂവിങ് ആവറേജും 10 ഡേ മൂവിങ് ഡേ ആവറേജും. അപ്പോൾ 21 ഡേനെ 10 ഡേ എപ്പോൾ കട്ട് ചെയ്യുന്നു ആ ഒരു ടൈമിൽ, അതായത് ഇവിടെ 398.8 ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 446 445 ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഈ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. അതാണ് ഒരു ആക്സിസ് ബാങ്കിൻ്റെ റൈറ്റ് എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചാണ് 400 അബോവ് ഒരു റേഞ്ചിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മളൊരു 3 ഇയർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ലൈനൊന്ന് വരയ്ക്കാം. അപ്പം നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ, അതായത് ഒരു 500 ലെവലിൽ ഈ സ്റ്റോക്ക് പല തവണ, അതായത് 3 കൊല്ലത്തിന് സമയത്ത് പല തവണ ടച്ച് ചെയ്തിട്ട് പിന്നെ തിരിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പറയാം 500 ലെവൽ അതൊരു വലിയ സപ്പോർട്ടാണ്. ആ ലെവലിൽ എത്തുമ്പോൾ സ്റ്റോക്ക് ഒരു ബൗൺസ് ബാക്ക് ടു ദി ഹയർ ലെവൽസ് പോകുന്നുണ്ട്. പിന്നെ അഗെയിൻ 500 എത്തുന്നു, പോകുന്നു. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കുറേ വർഷമായിട്ട്, അതായത് മാർച്ച് 17, അതായത് 17 തൊട്ട് ഇങ്ങോട്ട് കുറേ കാലം, അതൊരു 18ൻ്റെ പകുതി വരെയൊക്കെ, ജൂലൈ വരെയൊക്കെ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെയായിരുന്നു. അതായത് ജൂലൈ 2018, അതൊരു 1 ഇയറോളം ഈ ഒരു ടൈം ഫ്രെയിമിൽ 500 എബോവ് കുറച്ച് പോകുന്നു, തിരിച്ച് ആ റേഞ്ച് വരുന്നു. അത് കഴിഞ്ഞ് സ്റ്റോക്ക് പക്ഷേ അതൊരു ഡൗൺഫോൾ 500 ലെവൽ എന്നൊക്കെ പറയാം. അതിൻ്റെ ഏറ്റവും താഴെ ഒരു ലെവൽ വന്നിട്ടുണ്ട് നമുക്ക്, അതായത് നവംബർ 2017 ഇതിലേറ്റവും താഴെ ഒരു റേഞ്ച് ഉണ്ടോ, അതൊരു 430 റേഞ്ച് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആക്സിസ് ബാങ്കിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 430 തന്നെയാണ്. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് അടുത്ത പോകാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അത് 500 ആയിരിക്കും. കാരണം 500 അതിന് ഒരു നല്ല സപ്പോർട്ട് ആക്സിസ് ബാങ്കിന് ഒരുപാട് നാളുണ്ടായിരുന്നൊരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് പോകുന്നൊരു ഹൈ എന്ന് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ഏകദേശം ഈ ഒരു ലെവലാണ്. അതായത് ഒരു 650 ലെവലാണ് സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് സപ്പോർട്ടിൽ സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവൽ പറയുന്നത് 650 ലെവലാണ്. അതായത് ഫസ്റ്റ് ടാർഗറ്റ് 500 സെറ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത് 600 ലെവലിലേക്ക് ടച്ച് ചെയ്യും, 650 ലെവലിലേക്ക് ടച്ച് ചെയ്യും. അത് കഴിഞ്ഞ് പോകുമ്പോൾ അത് മാക്സിമം പോവാം എന്നുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 800 മാക്സിമം. അതൊരു അവിടെ ഒരു വലിയ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 800 ഒരു 750 ആ റേഞ്ചിലായിരിക്കും മാക്സിമം ഇവിടുന്ന് ഒരു പോകാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 400 ലെവൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 500 ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അറൗണ്ട് 650 ലെവൽ വരെ പോകും ഈ സ്റ്റോക്ക്. അത് കഴിഞ്ഞ് ആ 650 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 750, ദെൻ ഹയർ ടാർഗറ്റ് ഓഫ് 800. പക്ഷേ ഷോർട്ട് ടേമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 500 ആയിരിക്കും ഏറ്റവും ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്ന. ആ ഒരു
സോൺ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമ്പോൾ നമ്മുടെ ടാർഗറ്റ് 650 ആണ്. 650 ആവുമ്പോൾ 500 എന്ന് പറയുന്നത് സപ്പോർട്ട് ലെവലായിട്ട് മാറും. അത് സ്റ്റോക്കിന് നല്ലൊരു സപ്പോർട്ട് ലെവൽ പണ്ട് തൊട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും നോക്കിയിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു 400 ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 500 ലെവൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൽ എൻ്റർ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 33% നമുക്ക് കിട്ടും. കാരണം 400ന്റെ ഒരു 400ന്റെ ഒരു 25% ചെയ്യുക, 25 to 33 ആ ഒരു റേഞ്ചിൽ 500 25% എന്ന് പറയുന്നത് തന്നെ 100 റുപ്പീസ് ആണ്. അപ്പോൾ 500, അപ്പോൾ നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു 25% കിട്ടുക എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക്. കാരണം അതിന്റെ മൂവ്മെന്റ് അതുപോലെ ഇതാണ്. സാധാരണ ബാങ്ക് സ്റ്റോക്കിന് വരുന്ന മൂവ്മെന്റിനേക്കാളും കുറച്ച് കൂടുതലാണ് ആക്സിസ് ബാങ്കിന്. അതുപോലെ തന്നെ ഇന്ന് ഒന്ന് നോക്കാന്ന് പറഞ്ഞാൽ FMCG സെക്ടറിൽ ITC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതിനും 3 ഇയർ ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു 250 ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു കുറേ കാലത്തേക്ക്. ആ ഒരു സോൺ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഒരു സെപ്റ്റംബർ ആ ടൈമിലാണ്, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലാണ് അത് ബ്രേക്ക് ചെയ്ത്. പക്ഷെ കുറേ നാൾ ആ ഒരു ലെവലിൽ തന്നെ വന്നിട്ട് അറൗണ്ട് നവംബർ നോക്കാം, അറൗണ്ട് നവംബറിലൊക്കെയാണ് ശരിക്കും ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് പോയ ശേഷം നല്ല ഡൗൺഫോൾ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ എഫക്റ്റ് അതെല്ലാം കഴിഞ്ഞ് ഒരു ബൗൺസ് ബാക്ക് ലെവലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 6 മന്ത് ഫ്രെയിമും കൂടെ നോക്കാം. അപ്പോൾ അറൗണ്ട് 163 ലെവലിലാണ് ഇതിൻ്റെ മൂവിങ് ഡേ ആവറേജ് 21നെ 10 ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കുകയായിരുന്നെങ്കിൽ 160 എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് പിന്നീട് ഒരു 192 ആ റേഞ്ച് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയാണ്. 162 ലെവലിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ 163 എടുക്കുകയാണെങ്കിൽ ഒരു 194 ചെറിയ ഷോർട്ട് ടേം കിട്ടുമായിരുന്നു. ഇപ്പോഴും സ്റ്റോക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇത് തിരിച്ചിറങ്ങിയിട്ടില്ല. അതായത് ഈ മൂവിങ് ഡേ ആവറേജ് തിരിച്ച് 2110നെ കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് താഴത്തോട്ട് പോകും. 1021നെ താഴെ നിന്ന് കട്ട് ചെയ്യണം. അതിന് മുകളിൽ നിന്ന് ഈ 21 കട്ട് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഇറങ്ങിപ്പോവും, ഡൗൺഫോൾ ആയിപ്പോൾ. ഇവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കാം, ഇവിടെ കണ്ടാൽ അറിയാം അത് തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ആ 21 കട്ട് ചെയ്ത് വരുന്ന ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സ്റ്റോക്ക് ഡൗൺഫോളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാക്സിമം സ്റ്റോക്കിൻ്റെ ഒരു എൻട്രി, എക്സിറ്റ്, അതുപോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ RSI എന്ന് പറഞ്ഞ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അത് നമ്മൾ 30യുടെ താഴെ ഓവർ സോൾഡ് ആയിട്ടും 70യുടെ മുകളിൽ, ഈ 70 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കൊക്കെ വെച്ചിട്ട് 70യുടെ മുകളിൽ പോകുന്ന ഒരു സമയത്ത് ഓവർ സോൾഡ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് RSI 70 എത്തുക എന്ന സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സിറ്റ് ലെവൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെയും കൂടെ നോക്കിയിട്ട് ആ റെസിസ്റ്റൻസ് ലെവലും ഈ 70യിൽ അടുത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ 70 എത്തുന്നുണ്ടെങ്കിൽ 70 എത്തുന്നുണ്ട് നമ്മുടെ മൂവിങ് ഡേ ആവറേജ് കട്ട് ചെയ്യുന്ന കൂടെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ അവിടെ ഏകദേശം നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന 500 ലെവലാണ് ആക്സിസ് ബാങ്കിന്, ഇപ്പോൾ ആ ലെവൽ തന്നെ എത്തി എല്ലാം ഓക്കെയാണ്, 3 ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ നമ്മളവിടെ എക്സിറ്റ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോക്ക് ഏകദേശം ഡൗൺഫോളിൽ വരും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 500 സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ 650 ആ ഒരു ലെവലായിരിക്കും നെക്സ്റ്റ് സെറ്റ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റോക്ക് നോക്കി എൻട്രി എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ രീതി ചെയ്യുന്നത്, നമ്മൾ സ്റ്റോക്ക് എൻട്രിയും എക്സിറ്റ് നോക്കാതെ ചുമ്മാ എൻട്രി ചെയ്തിട്ട് സ്റ്റോക്ക് വലിയൊരു ഡൗൺഫോളിലേക്ക് വരും, നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. നമ്മൾ പിന്നെ കുറേ നാൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ബ്രേക്ക്ഔട്ട് സോണൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മളത് എക്സിറ്റ് ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് ആക്സിസ് ബാങ്ക് നമ്മൾ 500 റുപ്പീസ് വരെ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് 500 കഴിഞ്ഞ് നമ്മളത് സ്റ്റോക്ക് സെല്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് 650 ലെവലിൽ പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടില്ല. സോ എല്ലാവരും ചാർട്ടിലിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോക്സ് ഇതേപോലെ അനലൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു റൈറ്റ് എൻട്രി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും. ഞാനിത് റീസൺലി അറിഞ്ഞത്, ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ ഓഡിയോയുടെ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്തത്. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ് ആക്സിസ്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ലെവൽ
ലെവൽ ഓഫ് ടാർഗറ്റും കൂടെ ഒന്ന് ഇതുവഴിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അതുപോലെ ഫീഡ്ബാക്സ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.